ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാണല്ലോ, ഈ പരിപാടി തുടങ്ങിയതാണല്ലോ, 1.5 കൊല്ലമായല്ലോ. ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിക്കും. ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്ന് തിരിച്ചു ചോദിച്ചാലോ, 1.5 കൊല്ലമായിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഈ വീടിന്റെ നിർമ്മാണം സമ്പൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ കുറെ വ്യാജന്മാരെ കൊണ്ട് പ്രചരണം നടത്തിയ ഞങ്ങളെന്താണ് ഓടിപ്പോകുന്നു വിചാരിച്ചു. പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ, ഭവന പദ്ധതികളുടെ ക്രമീകരണത്തിന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട്. എല്ലാവരും സർക്കാരുമായി ഈ കാര്യത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ്. അതിൽ അഭിമാനമുണ്ട്. എന്തിന്റെ കേടകുമാർക്ക് ഇന്നിപ്പോ സർവകക്ഷി യോഗം ഒറ്റക്കെട്ടായി 178 വീടുകളുടെ ഫസ്റ്റ് ഫേസ് 1 വീടുകൾ നറുക്കെടുക്കാനുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. ഒരു കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാണല്ലോ, ഈ പരിപാടി തുടങ്ങിയതാണല്ലോ, 1.5 കൊല്ലമായല്ലോ. അത് ഉദ്ഘാടനത്തോടു കൂടി എല്ലാം ഇപ്പം ഭൂമി, വാട്ടർ, ഇലക്ട്രിസിറ്റി, മുനിസിപ്പൽ നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓണർഷിപ്പോടുകൂടി കൈമാറാനുള്ള നടപടികളാണ് ക്രമീകരിക്കുന്നത്.